ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കളക്റ്റീവ് റീഡിങ്ങുമായിട്ടാണ്. നിങ്ങളുടെ ഏത് വിശ്വാസമാണ് നിങ്ങളെ അബണ്ടൻസിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത്? അതായത് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ തന്നെ ചിന്താഗതി എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഒരു അബണ്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരാനുണ്ടാവും അല്ലേ? ഈ ഒരു നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പ്രാർത്ഥന, വഴിപാട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്നിട്ടും ചില കാര്യങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചില വിശ്വാസങ്ങളുടെ ആ ഒരു വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമായിരിക്കും. അപ്പം നമുക്കിവിടെ നോക്കാം എന്തൊക്കെയാണ് നിങ്ങളെ തന്നെ പുറകോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണെന്ന് നോക്കാം. ഓർക്കുക, ഇത് വെറുമൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ്. പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്കൊരു സ്പിരിച്വൽ കൗൺസിലിംഗ്, ലൈഫ് കോച്ചിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഫാമിലി കൗൺസിലിംഗ്, കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്, പ്രീ മാരൈറ്റൽ കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സർവീസ് ആവശ്യമാണെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നല്ല വിളക്കുകളാണ് വെച്ചിരിക്കുന്നത്. 1, 2, 3. നിങ്ങൾക്ക് നല്ല അട്രാക്ഷൻ തോന്നുന്ന വിളക്കുകൾ തന്നെയാണ്. ചില ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ അട്രാക്ഷൻ തോന്നാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കണ്ണടയ്ക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു റീഡിംഗ് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള മെസ്സേജ് വരുന്നത്, നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് കാര്യങ്ങൾ ലൈഫിലേക്ക് വരണം, അട്രാക്റ്റ് ചെയ്യണം. ഫിനാൻഷ്യൽ നീഡ്സുമായിട്ടാണ് ഈ ഒരു റീഡിങ് കണ്ടത് എന്നൊരു തോന്നലാണ് എനിക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം, കാര്യങ്ങൾ, ദൈവാനുഗ്രഹം ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ചില ചിന്ത, അതായത് ഫിനാൻഷ്യൽ സക്സസ്, അതായത് നമുക്ക് സമ്പത്ത്, പണം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അത് മാത്രമാണ് സന്തോഷത്തിന് ആധാരം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്താഗതി മാറ്റിവെക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള പണത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണത്തിനെ ചേസ് ചെയ്ത് അല്ലെങ്കിൽ പണമുണ്ടെങ്കിലേ എല്ലാം നേടാൻ പറ്റൂ എന്നൊരു ആ ഒരു സന്തോഷം നിലനിൽക്കൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പണം നമുക്ക് വേണം, ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പണം വേണം. പക്ഷേ അതിലുപരി നമ്മുടെ സന്തോഷം, അപ്പോൾ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ജീവിതത്തിലെ പൈസ ഉണ്ടായിട്ടും ബാക്കിയുള്ള സന്തോഷങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ചിലപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന നിങ്ങൾക്ക് ഫിനാൻഷ്യലി മാത്രമേ കുഴപ്പമുണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഓക്കെ ആയിരിക്കും. നല്ല ആരോഗ്യം, കുട്ടികൾ അല്ലെങ്കിൽ ഫാമിലി, അപ്പം വേറെ ഈ ഒരു കാര്യമല്ലാതെ വേറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷം ഉള്ള വഴികൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ബാക്കിയുള്ള സന്തോഷങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിലേക്കുള്ള പണത്തിൻ്റെ വരവ് തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മെസ്സേജായിട്ട് ഭഗവാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചിന്ത നിങ്ങൾ മാറ്റിവെക്കുക. ഇപ്പോൾ ഉള്ള സന്തോഷങ്ങൾക്ക് നന്ദി പറയാൻ ശ്രമിക്കുക. ഇതിനെ ഞാൻ പല റീഡിങ്ങുകളിലും നിങ്ങളടുത്ത് ഇൻഡയറക്റ്റ്ലി പല കാര്യങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഒരു ചിന്താഗതി, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ആരോഗ്യം, സ്നേഹം, സന്തോഷം, ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ സന്തോഷം, നല്ല നല്ല ഓർമ്മകൾ, മെമ്മറികൾ, കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്കൊരു വീടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ജോലിയാണെങ്കിലും ഒരു ജോലി ഉണ്ടാവാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരാണെന്ന് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം, ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നൊരു മെസ്സേജാണ് ഞാൻ തരുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, നിങ്ങൾ ചിലർ ഈ ഒരു കാര്യം കേൾക്കാനിപ്പോൾ ഇടയായത് ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറയാൻ ശ്രമിക്കാം. പിന്നെ മനസ്സിലാക്കാം, ഇപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഒരു പണം കയ്യിൽ വന്നിട്ടും ഇതൊന്നും ചിലവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ചിലവാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭാവിയിലേക്കൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് ഫ്യൂച്ചറിലേക്ക് മാത്രം കൂട്ടിവെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നില്ല. ഇപ്പോഴത്തെ ജീവിതം കൂടി നോക്കിയിട്ട് മാത്രം നിങ്ങളത് ഫ്യൂച്ചറിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇതും നിങ്ങൾക്ക്
ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് തടസ്സം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. ഇവിടെ കളക്റ്റീവായിട്ടൊരു അഡ്വൈസ്, ഉപദേശങ്ങൾ തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള സന്തോഷം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു അനുഗ്രഹം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ എല്ലാ കാര്യങ്ങളിലേക്കും ഉന്നതി ഉണ്ടാവും എന്നൊരു മെസ്സേജാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിന് നന്ദി പറയാം. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റിലോട്ട് പോവാം. ഈ ഒരു നിങ്ങൾക്ക് മെസ്സേജ് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ, സിംഗിളായിട്ടുള്ള ആ ഒരു ദീപം സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, ഭഗവാൻ തരുന്നൊരു മെസ്സേജ്, നിങ്ങൾ ചിലപ്പോൾ പൈസയെക്കുറിച്ച് പണമുള്ള ആൾക്കാർ ദുഷ്ടന്മാരാണ്, ക്രൂരന്മാരാണ്, അല്ലെങ്കിൽ പണം ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാക്കും എന്നൊരു ചിന്താഗതിയിൽ എപ്പോഴെങ്കിലും അങ്ങനൊരു ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് അത്തരത്തിലൊരു ചിന്താഗതിയിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് വരുന്നുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. അബണ്ടൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതിയിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പരിചയപ്പെട്ട ആൾക്കാർ, പണമുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ഒന്നുമല്ലാത്ത രീതിയിലാക്കി തീർക്കുക. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ്, ഒരുപാട് പണമുള്ള വീട്ടിൽ നിന്ന് വന്ന കുട്ടികളും നിങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ പണം നെഗറ്റീവാണ് എന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണമുള്ള ആൾക്കാരെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടി ഒരുപാട് ഇൻസൾട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. പണമില്ലാത്തതിൻ്റെ പേരിൽ മാറ്റി പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടത് കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഈ പണത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ തരുന്നുണ്ടെന്നാണ് മെസ്സേജ് കിട്ടുന്നത്. സോ മനസ്സിലാക്കുക, ഈ ഒരു ചിന്താഗതി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, എല്ലാവരും ഒരുപോലെ തന്നെ ആവണമെന്നില്ല. ഈ ഒരു ചിന്താഗതി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒരുപോലെയുള്ള ആൾക്കാരാവണമെന്നില്ല. ചില ആൾക്കാർക്ക് അത് അവരുടെ ക്യാരക്ടറാണ്, അവരുടെ സംസ്കാരമാണ്. എല്ലാവരും അപ്പം പണമുള്ള ഒരുപാട് ആൾക്കാർ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമ്പത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും കൂടി ചെയ്യാൻ പറ്റും. ഈ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുത്താൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഹേർട്ട്, ഇമോഷണൽ ടർബുലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ഇമോഷണലായിട്ട് നിങ്ങൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചിന്താഗതി മാറ്റിയെടുത്താൽ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് പണം വന്നു ചേരും എന്നൊരു മെസ്സേജാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പണത്തെ വെച്ചിട്ട് ഒരിക്കലും കൺഫ്യൂസ് ആവരുത്. കാരണം പലരുടെയും സംസ്കാരം വേറെ വേറെയാണ്. അപ്പോൾ പണമുള്ള ഒരുപാട് ആൾക്കാർ, നല്ല ഹൃദയമുള്ള ആൾക്കാരുണ്ട്, വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ചിന്താഗതി മനസ്സിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരുമെന്നാണ് മെസ്സേജ് കിട്ടുന്നത്. ചിലപ്പോൾ ഈ ഒരു ചിന്താഗതി നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതായിരിക്കണം എന്നില്ല. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കൂടി നിങ്ങൾ ഒരുപാട് ഇമോഷണലി കഷ്ടപ്പെട്ട സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിക്കൂടി ചിന്തകളായിരിക്കാം ഇത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെന്ന് കരുതുന്നു. റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റിലോട്ട് പോവാം. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളിലേക്ക് ഒരുപാട് ഭാഗ്യം കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. പക്ഷേ നിങ്ങൾ ആസ്ട്രോളജി പരമായിട്ട് നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്, വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ചില തടസ്സങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഫ്യൂച്ചറിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവില്ല, എങ്ങനെ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്താലാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നത്. അത് ചിലപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലായിരിക്കാം. നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവില്ല എന്നൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. അപ്പോൾ സ്വയം ചിന്തിച്ച് നോക്കാം കേട്ടോ. സ്വയം അവനവനോട് തന്നെ ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിന്. നിങ്ങൾ പല കാര്യങ്ങളെയും പേടിക്കുന്നുണ്ട്, എന്തിനെയാണ് നിങ്ങൾ പേടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഈ പേടി എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനുള്ള പേടിയാണോ? ഡെയിലി മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണോ? എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ പേടിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും എന്നൊരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത്. എന്തെങ്കിലും തുടങ്ങാനുള്ള പേടിയാണെങ്കിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ ദൈവമായിട്ട് മാറ്റിത്തരും എന്നാണ് മെസ്സേജ് ലഭിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ അത്രയും ഫലപ്രദമായിട്ടുള്ള, അത്രയും നല്ലൊരു ഭാവിയിലുള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. തുടങ്ങി വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ഓർത്ത് ആകുലതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല
എല്ലാം അതിൻ്റെതായിട്ടുള്ള വഴിയിൽ കൂടി തന്നെ നടക്കും. ഈ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മനസ്സമാധാനം ഉണ്ടാവും ഇല്ലേ? നമ്മളിപ്പോൾ ഒരുപാട് കാലത്തേക്ക് ടെൻഷൻ അടിച്ച് പൈസ കൂട്ടി വെച്ചതിനെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ആങ്സൈറ്റി ആയി നമ്മളിപ്പോഴത്തെ ആ ഒരു ആങ്സൈറ്റിയിൽ കൂടി കടന്നുപോയി നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളിൽ ഒക്കെ ആ ഒരു മനസ്സമാധാനം ഇല്ലാതെ മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഉറങ്ങാതെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. തുടങ്ങി വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികം നീട്ടിക്കൊണ്ടുപോകാതെ തുടങ്ങാൻ ശ്രമിക്കുക. വിദേശത്തേക്ക് ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നല്ല സമയമാട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ആ ഒരു തടസ്സം ഉറപ്പായിട്ടും മാറിക്കിട്ടും. പിന്നെ ഇത് ശരിയാവോ എന്നുള്ള ചിന്തയിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളത് എഫേർട്ട് എടുക്കുക. തുടക്കത്തിൽ തടസ്സങ്ങളുണ്ടാവും, പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ തടസ്സങ്ങൾ താനേ ദൈവമായിട്ട് മാറ്റിത്തരും എന്നാണ് മെസ്സേജ് ലഭിക്കുന്നത്. നിങ്ങളൊരുപാട് ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്, പക്ഷേ ഓവറായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പ്രതീക്ഷകളൊക്കെ എടുത്ത് തലയിൽ വെക്കാതിരിക്കുക. ചെറിയ ഇതായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. തന്നാൽ ആവാത്ത ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങളൊന്നും ചെയ്യണ്ട എന്നല്ല. ചില ആൾക്കാർ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം, കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷേ നമ്മുടെ ആ ഒരു കയ്യിൽ ഒതുങ്ങാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്ത് അതിൻ്റെ മേലെ ആകുലപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം, പക്ഷേ മുൻകൂട്ടി നേരത്തെ കാലത്തെ പല കാര്യങ്ങളും നമ്മൾ വാഗ്ദാനം കൊടുക്കുക മറ്റുള്ളവർക്ക്. ഇതൊക്കെ നിങ്ങൾക്കൊരുപാട് ഓവർലോഡ്, തലയിൽ ഒരുപാട് ബേർഡൻ ഉണ്ടാക്കി വെക്കും. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിന്ന് മാറി നിന്നാൽ തന്നെ സ്വയം സമാധാനം ഉണ്ടാവും, ഒരുപാട് നല്ല കാര്യങ്ങൾ വരികയും ചെയ്യും. ഓക്കെ, ഈ ഒരു കാർഡ് റെസൊനേറ്റ് ആയെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാം കേട്ടോ. താങ്ക് യു.